നമ്മൾ നമ്മളെപ്പോഴും ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ വെറുതെ ബൈബിൾ വായിച്ച് ചടങ്ങിന് വായിച്ച് വിടുന്നവരായി തീരില്ലേ. അതുപോലെ പലവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അന്ന് എന്തുവാണ് എന്നോട് ഇന്ന് സംസാരിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇടയെടുത്തൊക്കെ നോക്കും അല്ലേ. എന്നിട്ട് അതിനെക്കുറിച്ച് എന്നിട്ട് ആ ഒരു വിഷയം, ചിലപ്പോൾ ഒരു വിഷയത്തിൻ്റെ മേലായിരിക്കും, ഇടയെടുത്ത് നോക്കും. അതിനുള്ളതല്ല ദൈവവചനം. ദൈവവചനം ദൈവശ്വാസനീയമായ വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് കാലഘട്ടത്തിലും ഉപയോഗിക്കാവുന്നതും പഠിപ്പിക്കാൻ കൊള്ളുന്നതും വിടുവിക്കാൻ ശക്തിയും ആലോചന പറഞ്ഞു കൊടുക്കാനും ഒക്കെ ശക്തിയേറിയ ദൈവവചനമാണ്. ഹല്ലേലൂയ. എന്തോ ഒരു കാര്യം ചെയ്ത് തീർക്കുന്നത് പോലോ, അല്ലെങ്കിൽ വെറുതെ ചെന്നിങ്ങനെ പ്രവചനം ചോദിക്കുന്നത് പോലോ ഒന്നും കണക്കാക്കേണ്ടതല്ല ദൈവവചനം. ദൈവവചനത്തിന് അതിനുള്ള ബഹുമാനവും എല്ലാം കൊടുക്കണം. യോഹന്നാൻ സുവിശേഷം 1 നമ്മളോട് പറയുന്നുണ്ട്, ദൈവ സാക്ഷാൽ വചനമായ യേശു ക്രിസ്തു അല്ലെ. അപ്പൊ നമ്മൾ ഓരോ തവണയും ഈ നല്ല വചനം വായിക്കുമ്പം യേശുവിനെയാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയമാണ് നാം വായിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയം നമ്മൾ തിരിച്ചറിയുക. കർത്താവിന് നമ്മളോട് പറയാനുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത്ര നല്ല വചനം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ഹാലലൂയ. കർത്താവിന് മഹത്വം. എല്ലാ ആരാധനയും ദൈവത്തിന്. നമ്മൾ ഗലാത്യരുടെ ലേഖനം 1 വരുമ്പോൾ അതിൻ്റെ 11-12 വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ നമ്മളെപ്പോലെ തന്നെ ദൈവവചനത്താൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ കൂടെ നടക്കാത്ത നമ്മളെപ്പോലൊക്കെ തന്നെ യേശുവിൻ്റെ ശബ്ദം കേട്ടും യേശുവിനെ കുറിച്ച് കേട്ടും ഒക്കെ വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് പൗലോസ് അപ്പോസ്തലന് എന്തെങ്കിലുമൊക്കെ സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കും. ഹാലലൂയ. ഇന്നൊന്ന് പറഞ്ഞേ, സകല സാധ്യതയും എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഹാലലൂയ. ഈ ഭൂമിയിലുള്ള സകല സാധ്യതകളും നിങ്ങളുടെയും എൻ്റെയും അകത്ത് അതിൻ്റെ വിത്ത് യേശു കർത്താവ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചു പറയുന്നത്, നമ്മൾ ജയാളികളാ, അല്ലാതെ തോറ്റുപോയവരല്ല എന്ന്. സ്തോത്രം. ഗലാത്യരുടെ ലേഖനം 1 അതിൻ്റെ 11-12 തിരുവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ആമേൻ. സ്തോത്രം. കണ്ടോ, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ച സകല വചനങ്ങളും, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും, അതൊന്നും മനുഷ്യബുദ്ധിക്കകത്തുനിന്ന് ലഭിച്ചതല്ല, പക്ഷെ അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാ. ഹാലലൂയ. സകലതും ദൈവത്തിൽ നിന്ന് ലഭിച്ചതാ. എന്നിട്ട് അപ്പോസ്തലൻ പറയാ, ഇത് മനുഷ്യരുടെ ബുദ്ധിക്കകത്തോ മനുഷ്യർക്ക് തോന്നിയതോ ഒന്നുമല്ല, മനുഷ്യരെന്നെ പഠിപ്പിച്ചതല്ല, പക്ഷെ യേശു ക്രിസ്തുവിലൂടെ നേരിട്ട് കിട്ടിയ വെളിപാട്. ഇന്നെല്ലാരും ഒന്ന് പറഞ്ഞേ, വെളിപാട്. ഹല്ലേലൂയ. റെവലേഷൻ. ഞാൻ പറയട്ടെ, വെളിപാട് കിട്ടിയാല്, ഹല്ലേലൂയ, റെവലേഷൻ, വചനത്തിനകത്തു നിന്നുള്ള വെളിപാട്, വചനത്തിനകത്തു നിന്നുള്ള റെവലേഷൻ കിട്ടിയാൽ ജീവിതത്തിനെ 360 ഡിഗ്രീസ് മാറ്റിമറിക്കുന്ന ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ വെളിപാടിന് വേണം എല്ലാവരും ദൈവവചനം വായിക്കാനിരിക്കുമ്പോൾ വെറുതെ അധ്യായങ്ങൾ വായിച്ചു തീർക്കുവല്ല, പക്ഷെ ഈ വെളിപാട് കിട്ടുവാൻ വേണ്ടി വേണം നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പിലിരിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ജീവശ്വാസനീയമായ ദൈവവചനമാണ് നമ്മൾ വായിക്കുന്ന കർത്താവിന്റെ നല്ല വചനം. ഹല്ലേലൂയ. ഇതിന് ജീവനുണ്ട്, ഇതിന് ചൈതന്യമുണ്ട്. ഈ വചനത്തിന് നമ്മളെ പഠിപ്പിക്കാൻ കഴിവുണ്ട്. ഇതിന് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരുവാനും, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന്റെ ബുദ്ധിയും അറിവും നമ്മുടെ അകത്ത് ഇട്ടു തന്ന് ദൈവത്തിന് നമ്മളോട് ആലോചന പറയുവാൻ ശക്തിയുണ്ട്. അപ്പൊ അപ്പോസ്തലൻ പറയുക, ഞാന് ഇത് കിട്ടിയതൊക്കെ ദൈവത്തിൽ നിന്നാണ്, മനുഷ്യന്റെ ബുദ്ധിയാലല്ല. അല്ലെ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പം സ്വന്തം കാര്യം പറയുക, ഞാൻ എങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുക. എന്നുവെച്ചാൽ പൗലോസ് അപ്പോസ്തലന്റെ ബുദ്ധിയും
കഴിവും കാര്യങ്ങളും വെച്ച് ശരിക്കും യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയതല്ല. നമുക്കറിയാം, താൻ നിന്ന സഭയെ ഓർത്ത് താൻ ഭയങ്കര അഭിമാനം കൊണ്ട വ്യക്തിയാ. ഹല്ലേലൂയ. താൻ നിന്ന കാര്യങ്ങളെ ഓർത്ത് ഭയങ്കര ഇതാണ് വലുത് എന്ന് പറഞ്ഞ് നിന്ന വ്യക്തിയാ. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് ഈ വചനം പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ ഞാൻ നിൽക്കുന്നിടം, അല്ലെങ്കിൽ എൻ്റെ ആയിരിക്കുന്ന പാരമ്പര്യം, ഞാൻ നിൽക്കുന്ന ചിന്തകളും കാഴ്ചപ്പാടുകളും ഇതാണ് ഏറ്റവും ബെസ്റ്റ്, ഇനി ഇതിനകത്തുനിന്ന് വേറെ എങ്ങോട്ടും ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, സത്യമായ ദൈവവചനം കേൾക്കുമ്പോൾ അത് തിരിച്ചറിയുമ്പോൾ, സ്തോത്രം, അത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പൗലോസിനുണ്ടായ മനം മാറ്റം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭൂമിയില് സത്യവചനവും യേശുവും അല്ലാതെ വേറെ ഒന്നിനും പ്രസക്തിയില്ല, വേറെ ഒന്നിനും വലിപ്പമില്ല. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ആഗ്രഹം ഉണ്ടാകണം, കർത്താവെ, ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് എനിക്ക് എൻ്റെ യേശുവിനെ നന്നായി അറിയുവാൻ വേണ്ടി, യേശുവിൻ്റെതായി തീരുവാൻ വേണ്ടി ഹല്ലേലൂയ എന്നെ ഒന്ന് സഹായിക്കണം. ഇത് എവിടുന്നാ കിട്ടുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ടുള്ള വെളിപാടിൽ നിന്ന്. ഐ റിസീവ്ഡ് ഇറ്റ് ബൈ ഡയറക്റ്റ് റെവലേഷൻ ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ നിന്ന്. എന്നിട്ട് അതിന്റെ 15-16 ഒന്ന് വായിച്ചേ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയും. അത് നിൽക്കട്ടെ. അപ്പം 15-16 പറയുന്നു, ബട്ട് ഈവൻ ബിഫോർ ഐ വാസ് ബോൺ ഗോഡ് ചോസ് മീ ആൻഡ് കോൾഡ് മീ ബൈ ഹിസ് മാർവലസ് ഗ്രേസ്. ഒന്ന് നെഞ്ചത്തോട്ട് കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞേ, എന്നെ വിളിച്ചത് അവന്റെ കൃപയാലത്രേ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത് എവിടാ? ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഇന്ന് വെറുതെ അല്ല വചനം കേൾക്കാനിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ സദ്വർത്തമാനം കേൾക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു ചിന്തയിൽ ഭാരപ്പെട്ടിരിപ്പുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ, ഞാനൊരു മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വേണ്ട, അല്ലെങ്കിൽ ആർക്കും എന്നോട് സ്നേഹമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? ഞാൻ ഇന്ന് ആ ഹൃദയത്തിനോട് ഞാൻ പറയട്ടെ, യേശു കർത്താവ്, എൻ്റെ ദൈവത്തിന്റെ വചനം, എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പൗലോസ് അപ്പോസ്തലനെ മാത്രമല്ല നമ്മളെ ഓരോരുത്തരെയും, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തതാ. ഈ ലോകത്ത് ഒരു വ്യക്തി പോലും, ഒരു കുഞ്ഞു പോലും എൻ്റെ ദൈവം അറിയാതെ ജനിച്ചു വീഴത്തില്ല. സ്തോത്രം. ദൈവം അറിയാതെ ഒരിക്കലും ആരും ഈ ഭൂമിയിൽ കാല് വെക്കാൻ ഇടയാകത്തില്ല. സ്തോത്രം. ഏതൊരു വ്യക്തി, നല്ല കുടുംബത്തിലും ചീത്ത കുടുംബത്തിലും അപ്പനമ്മ ഇല്ലാതെയും പിഴച്ചതും ഒക്കെ എങ്ങനെങ്കിലും ഒക്കെ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആര് ജനിക്കുന്നതും ഹല്ലേലൂയ പ്ലാനിങ് കൂടിയോ പ്ലാനിങ് കൂടാതെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ദൈവം അറിയാതെ ജനിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്ത് ഭൂമിയിലാക്കി വെച്ച് ഹല്ലേലൂയ നമ്മൾ ഈ നല്ല വചനം കേൾക്കാൻ ഇടയായത് ഞാൻ പറയട്ടെ അവന്റെ കൃപയാ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ വരിയിൽ തന്നെ 15-ാം തിരുവചനത്തിനകത്ത് പറയാ, എന്നെ വിളിച്ചതോ ഹല്ലേലൂയ ഹിസ് മാർവലസ് ഗ്രേസ്, അവന്റെ വലിയ കൃപ. മാർവലസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാലസ്, നമ്മളൊരു കൊട്ടാരമൊക്കെ കണ്ടാൽ നമ്മൾ പറയും, ഓ എന്നാ പണിയായത്, അത്ഭുതം എന്ന് പറയത്തില്ലേ? അതേപോലെ അവന്റെ അത്ഭുത കൃപയാ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. ഹല്ലേലൂയ. അപ്പം വിളി വരണമെങ്കിൽ, ഈ ദൈവരാജ്യത്തിനകത്തോട്ടൊന്ന് കയറണമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകണമെങ്കിൽ ഇത് വലിയ മഹത്വമേറിയ കൃപയാ. ഹല്ലേലൂയ. മറക്കല്ല്, വെറുതെ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടുമുട്ടിയതല്ല യേശുവിനെ. ഹല്ലേലൂയ. ഏതോ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റപ്പം എനിക്ക് യേശുവിനെ അറിയണമെന്ന് തോന്നിയതല്ല. ഹല്ലേലൂയ. ദൈവം ഹൃദയത്തിനകത്ത് ആ വിത്തിട്ടത് കൊണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം. ഹല്ലേലൂയ. യാക്കോബ്, ജെയിംസ് chapter
chapter 1 verse number 18, പുതിയ നിയമത്തിനകത്ത്, he chose to give birth to us by giving us his true word, and we out of all creation became his prized possession. ഒന്ന് വായിച്ചേ. 1:18. ആ നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് നാം അവന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന്. പറഞ്ഞ ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യ ഫലം. ഹല്ലേലൂയ. ആരാ? നമ്മൾ ഓരോരുത്തരും ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യ ഫലം. ഫസ്റ്റ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആദ്യ ഫലം എങ്ങനത്തെയാ? ഏറ്റവും നല്ലതാ അല്ലേ? നമ്മള് പല പല കൾച്ചേഴ്സില്, പല രാജ്യങ്ങളില്, പല സമൂഹങ്ങൾക്കകത്ത് ആദ്യ ഫലം പല വിധത്തില് അതിനെ എടുക്കുന്നത് അല്ലേ? ചിലവര് ആദ്യ ഫലം എടുത്തിട്ട് വീട്ടിൽ കൊടുക്കും, ആദ്യ ഫലം ചിലവരെടുത്തിട്ട് അപ്പനമ്മയ്ക്ക് കൊടുക്കും, ആദ്യ ഫലം എടുത്തിട്ട് സഭയിലെ ദാസിന് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിഷിക്തന് കൊടുക്കും അല്ലെ? ആദ്യ ഫലം ഞങ്ങള് ഹൈന്ദവ ആചാരങ്ങളിലൊക്കെ വന്ന ആ വഴിയില് ആദ്യ ഫലം അല്ലെങ്കിൽ ഏറ്റവും നല്ലതെടുത്ത് കാണിക്ക വെക്കുമായിരുന്നു, വിളക്കിന് കാഴ്ച വെക്കുമായിരുന്നു. എന്താ അത്? ദൈവത്തിന് എന്നുള്ളത് വിധത്തില്. നമ്മൾ വചനം പഠിക്കുമ്പോഴും കൈനും ആബേലും തമ്മില്, ആബേൽ ഏറ്റവും നല്ല കാഴ്ച വെച്ചു, കൈനോ ഏറ്റവും കൊള്ളാത്ത ആദ്യ കാഴ്ച വെച്ചു. അപ്പൊ നമ്മൾ ആദ്യ കാഴ്ച വെക്കുന്നത് കൊള്ളാത്തതല്ല, ഏറ്റവും നല്ലതാ അല്ലെ? നമ്മൾ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ ദൈവ വേലയ്ക്ക് കൊണ്ടങ്ങ് കൊടുക്കും അല്ലെ? അപ്പം ആദ്യ ഫലം, അല്ലെങ്കിൽ മാസം തോറും ശമ്പളം കിട്ടുമ്പോൾ അതിന്റെ ആദ്യ ഫലം. ഇന്ന് നിങ്ങളും ഞാനും ഏറ്റവും കൊഴുത്തതാ അല്ലേ? ഏറ്റവും മേന്മയേറിയതാ, ഏറ്റവും ബെസ്റ്റ് ആണ് അല്ലെ? ഇന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ ആദ്യ ഫലമാണെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പം കുടുംബങ്ങൾക്കകത്തൊക്കെ ആദ്യമായിട്ട് യേശുവിനെ അറിഞ്ഞിറങ്ങിയവരായിരിക്കും. ആ തലമുറയ്ക്കകത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ നിൽക്കുന്ന തലമുറയ്ക്കകത്ത് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ അവിടെ കിടക്കട്ടെ, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ആദ്യ ഫലമാ. ഹല്ലേലൂയ. ദൈവത്തിന് ഏറ്റവും അധികം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തലമുറയാ. ഹല്ലേലൂയ. ഏത് തലമുറയാണോ യേശുവിന് വേണ്ടി ഞാൻ നിൽക്കാം എന്ന് പറയുമ്പോൾ ആദ്യ ഫലമായതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയോ? അതിന്റെ പുറകിലുള്ള പാപവും ശാപവും എല്ലാം പൊട്ടി അങ്ങ് മാറും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നത്, എന്റെ വായിച്ച 1:18, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവിടുന്ന് തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. സത്യത്തിന് ഹേതുവായി, സത്യത്തിന്റെ വചനത്തിനാൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. He chose to give birth to us by giving us his true word. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലൻ ഗലാത്യരുടെ ലേഖനത്തിൽ 1 പറഞ്ഞ്, ഈ സത്യവചനം എന്ത് സംഭവിച്ചു? ഈ സത്യവചനം ഞാൻ ദൈവത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ കേട്ടു, ഇന്ന് നിങ്ങളും ഞാനും കേൾക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഈ സത്യവചനം നമ്മളുടെ അകത്തിട്ടിട്ട് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് നശിച്ചു പോകാനല്ല, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് തീരാൻ വേണ്ടിയല്ല. ഇന്ന് നിങ്ങളും ഞാനും ഈ വചനം കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം നമ്മുടെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ, വചനം നമുക്ക് വെളിപ്പെട്ടോണ്ടിരിക്കുന്നെങ്കിൽ, വചനത്തിനകത്തെ മർമ്മങ്ങള് നമ്മൾക്ക് ഹല്ലേലൂയ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ യേശു ക്രിസ്തുവിലൂടെ തെരഞ്ഞെടുത്തിരിക്കുക ഈ വചനം കൈക്കൊണ്ട് ദൈവത്തിന്റെ നല്ല ഫലമായി തീരുവാൻ. അത് മലയാളത്തിൽ ആദ്യ ഫലം എന്ന് പറയുന്നു, പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ 18 ഇങ്ങനെയാ പറയുന്നത്, ആൻഡ് വി ഔട്ട് ഓഫ് ഓൾ ക്രിയേഷൻ ബിക്കേം ഹിസ് പ്രൈസ്ഡ് പൊസഷൻ. അവനെ ഏറ്റവും വില മതിക്കുന്ന ഒരു സമ്പത്തായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളും ഞാനും ആദ്യ ഫലം മാത്രമല്ല, നിങ്ങളും ഞാനും ദൈവത്തിന് വില മതിക്കുന്ന സമ്പത്താ. ഹല്ലേലൂയ. ഇന്നൊന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ സമ്പത്താ. ഹല്ലേലൂയ. ദൈവത്തിനുള്ളത് സകലതും എനിക്കും, എനിക്കുള്ള സകലതും കർത്താവിന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏറ്റവും വിലയേറിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ്ഡ് പൊസഷൻ ആകുമ്പോൾ, നമ്മൾ വിലയേറിയ സമ്പത്ത്, നമ്മളൊരു ഒരുപാട് കാലം കാത്തിരുന്ന് ഒരു ഡയമണ്ട് മോതിരം മേടിച്ചെന്നിരിക്കട്ടെ, നല്ല മുഴുത്ത കല്ലൊക്കെയുള്ള നല്ല വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് കല്ല് വെച്ച മോതിരം മേടിച്ചെന്നിരിക്കട്ടെ, നമ്മൾ അതെന്ത് ചെയ്യും? തലയാണയുടെ അടിയിൽ വെച്ച് ആരെയും കാണിക്കാതെ വെക്കും അല്ലേ? അങ്ങനെയുണ്ടോ ആരെങ്കിലും? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് കൊണ്ട് തരണേ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയല്ല നമ്മൾ എന്താ ചെയ്യുന്നത്? ആ നല്ല വിലപിടിപ്പുള്ള ഡയമണ്ട് മോതിരം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാരെയും കാണിക്കും അല്ലെ? ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി നോക്കിയിരിക്കും. എന്തിനാ? അത് എവിടെ
ആരാടാ ഉണ്ടാക്കിയത്, ഇതേതാണ് കല്ല്, ഇതിന് എത്ര രൂപയായി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും അല്ലേ. ഇന്ന് നമ്മളെ ഒന്നും ജഡമല്ല ഭരിക്കുന്നത്, ഇന്ന് നമ്മളെ ആത്മാവാ ഭരിക്കുന്നത്. അത് കാരണം നമ്മളത് ഇട്ടാലും നമ്മളത് വെറുതെ അങ്ങ് ഇട്ടുകൊണ്ട് അങ്ങ് നടക്കും. ആരെയും കാണിക്കത്തുമില്ല, എടുക്കത്തുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ ഓരോരുത്തരെയും തന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിട്ട്, തന്റെ വചനത്താൽ നമ്മളുടെ അകത്ത് ജീവൻ തന്നിട്ട്, നമ്മളെ ഈ സൃഷ്ടികളെല്ലാത്തിനകത്തു നിന്നും നമ്മളെ ഏറ്റവും വിലയേറിയ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകലരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തു എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ സ്വന്തമാക്കിയിട്ട് നമ്മളെ ലോകത്തിന് ഇങ്ങനെ കാഴ്ച വെച്ചിട്ട് പറഞ്ഞത്, ദേണ്ട എൻ്റെ ഏറ്റവും വില മതിക്കുന്ന സമ്പത്തായത്. ഇതിനെ എങ്ങനെയാ, ഈ ഡയമണ്ട് മോതിരത്തിനെ നമ്മൾ എവിടെയെങ്കിലും ബാത്റൂമിൽ ഊരിയിട്ടേച്ച് നടക്കുവോ, നമ്മൾ എവിടെയെങ്കിലും ആരുടെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പോകുവോ? നമ്മൾ ഒന്നിലത് ലോക്കറി വെക്കും, അല്ലെങ്കിൽ വിരളയിലിടും അല്ലെ. അതിനെക്കുറിച്ച് ഭയങ്കര വിലയായിരിക്കും. സ്തോത്രം. വീട്ടുകാർ പറയും, കുഞ്ഞെ നീ ഒറ്റയ്ക്ക് നീ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് ഊരി വെച്ചിട്ടേ പോകാവൂ. ആരെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക്, പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ആരെങ്കിലും എന്തേലും അകപ്പെടുത്തും എന്ന് പറയും. സ്തോത്രം. നമ്മൾ വില മതിപ്പുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ, തന്റെ സത്യവചനത്തിനാൽ നമ്മൾ വീണ്ടും ജനിച്ചതിനാൽ നമ്മളുടെ ആത്മാവിന് ഭയങ്കര വിലയുണ്ട്. അതാണ് പത്രോസിന്റെ ലേഖനത്തിനകത്ത് വചനം നമ്മളോട് പറയുന്നത്. നമ്മളെ വിഴുങ്ങാൻ വേണ്ടി ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ചുറ്റിനും അലറുന്ന സിംഹം പോലെ സാത്താൻ നടപ്പുണ്ട്. അപ്പൊ നമ്മൾ എത്ര പ്രഷ്യസാ. ഹല്ലേലൂയ. നമ്മളൊന്ന് വീഴാൻ നോക്കിയിരിക്കുന്ന ഒരു നരകമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വീഴ്ത്താതെ നോക്കിയിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ നിത്യതയോളം എത്തുന്നത് വരെയും ദൈവം തന്റെ പരിശുദ്ധ ആത്മാവെ നമ്മുടെ അകത്തിട്ട് നമ്മളെ വഴി നടത്തുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തിന് എത്ര ശക്തിയാ അല്ലേ. ഈ വചനത്തിന്റെ വെളിപാട് നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മളെ ദിനം തോറും വഴി നടത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം, കർത്താവിന് മഹത്വം. ഈ യാക്കോബിന്റെ ലേഖനം 1:18 പറയുന്നു, സത്യവചനത്താൽ ദൈവം തീരുമാനിച്ചു നമ്മൾ ജനിക്കുവാൻ വേണ്ടി. ദൈവത്തിന്റെ തീരുമാനത്താലാ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ തീരുമാനത്താലാ നമ്മൾ യേശുവിനെ അറിയാൻ ഇടയായത്. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാ നമ്മൾ ഈ നല്ല ഭാഗ്യം അറിഞ്ഞ് നല്ല സദ്വർത്തമാനം കേട്ട് നമ്മളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു ഉറപ്പോടെ നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. വെറുതെ തെരഞ്ഞെടുക്കുവല്ല, നമ്മളെ തെരഞ്ഞെടുത്തിട്ട് മറ്റുള്ളവർക്ക് വലിയൊരു അടയാളമാക്കി നിർത്തിയിരിക്കുക. സ്തോത്രം. കർത്താവിന്റെ നല്ല വചനം കർത്താവിൽ നിന്ന് തന്നെ നമ്മൾ പ്രാപിക്കുന്നു. സ്തോത്രം. ഗലാത്യർ 1:15 അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഹല്ലേലൂയ. അവൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് അവന്റെ വലിയ കൃപയാ എന്നെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാ, ഗലാത്യർ 1:16 പറയാ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, യേശുവിന്റെ നാമം എല്ലാത്തിടത്തും ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെയും എന്നെയും കാണുന്നവര് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണെന്ന് തിരിച്ചറിയാൻ ഇടയാവണം. ഹല്ലേലൂയ. നമ്മുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ നല്ല യേശുവിനെയാ പിന്തുടരുന്നതെന്ന് അറിയണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് പറയണം, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ഏറ്റവും ബലവാനായ യേശു ക്രിസ്തുവിനെയാ ഇവര് സേവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇടയാവണം. ഹല്ലേലൂയ. നല്ല കർത്താവിന്റെ നല്ല വചനം നമ്മളുടെ അകത്ത് വെളിപാടും ദർശനങ്ങളും ഉണ്ടാകട്ടെ. ആരെങ്കിലുമൊക്കെ ബൈബിള് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദിവസവും രാവിലെ എടുക്കുന്ന ഈ വചനം ഒന്ന് ഫോളോ ചെയ്താൽ മതി. ആ വചനം മാത്രം ഒന്ന് ധ്യാനിച്ചാൽ മതി. സ്തോത്രം. അങ്ങനെയെങ്കിലും വചനത്തിന്റെ പൊരുള് തിരിച്ചറിയാൻ ഇടയാവും. സ്ഥിരമായി വചനം കേൾക്കാൻ വരുന്നവരോടൊക്കെ ഞാൻ പറയട്ടെ, ആ കേൾക്കുന്ന 1-2 വചനങ്ങൾ മതി. അത് മൊത്തം അന്നത്തെ ദിവസം മൊത്തം ഒന്ന് ധ്യാനിച്ചാൽ മതി. കർത്താവ് ഹൃദയം തുറക്കും. എന്താണെന്നറിയോ, ഇന്ന് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയാം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് വചനം പറയുന്നേ. കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, അങ്ങനെ വചനം കേൾക്കുമ്പോൾ ഉള്ളറകള് തുറന്നു വരും. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഉള്ളറകൾ തുറന്നു വരുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് ഉള്ള
എന്നുള്ള തിരിച്ചറിവിൽ വളർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇന്ന് പറഞ്ഞേ, സ്വർഗത്തിലെ സകല സാധ്യതകളും എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല സാധ്യതകളും എൻ്റെ അകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. കർത്താവ് ഈ വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് കേട്ടും കർത്താവിൽ നിന്നും പ്രാപിച്ചും, ഹല്ലേലൂയ, ഞാനൊരു തെരഞ്ഞെടുത്ത് വലിയൊരു അടയാളമാണെന്നുള്ള തിരിച്ചറിവിൽ സകലരെയും പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.